أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يعرف المجرمون بسيماهم فيؤخذ بالنواصي والأقدام فبأي آلاء ربكما تكذبان. صدق الله العظيم. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ആയത്തിൽ ലാ യുസ്അലു അൻ ദംബിഹി ഇൻസുൻ വലാ ജാൻ, അന്ന് അവർ ചെയ്ത തെറ്റുകൾ മനുഷ്യന്മാരോടും ജിന്നുകളോടും പ്രത്യേകിച്ച് ചോദിച്ചറിയേണ്ട കാര്യം ഉണ്ടാവില്ല. കാരണം എല്ലാം അറിയുന്ന അള്ളാഹു ആണ് വിചാരണ നടത്തുന്നത്. അപ്പൊ ഓരോരുത്തരും എന്തൊക്കെയാണ് തെറ്റ് ചെയ്തത് എന്ന് അവരോട് പ്രത്യേകിച്ച് ചോദിച്ചറിയേണ്ട കാര്യമൊന്നുമില്ല എന്ന അർത്ഥത്തിലാണ് ആയത്ത് വിശദീകരിച്ചത്. അതിനുശേഷം അള്ളാഹു പറയാണ് യുറഫുൽ മുജ്രിമൂന ബിസീമാഹും, തമ്മാടികളെ അവരടയാളങ്ങളെ കൊണ്ട് തിരിച്ചറിയപ്പെടും. അപ്പൊ ഇതിന് സംശയം തീരല്ല. എന്താണ് ചോദിച്ചറിയേണ്ടാത്തത്? അവരെ കണ്ടാൽ തന്നെ അവരേതാ സൈസ് എന്ന് മനസ്സിലാവുന്നു. അവ വല്ലാത്തൊരു വാക്കാണ്. നല്ലോരെയും ചീത്തോരെയും മേശറിന്ന് ആർക്ക് കണ്ടാലും തിരിച്ചറിയും. അവിടുന്ന് നമ്മളിങ്ങനെ കാണുമ്പോ നിങ്ങളിപ്പോ ഏതാ സ്വർഗത്തുക്കാ നരകത്തുക്കാന്ന് പരസ്പരം ചോദിക്കേണ്ട, മുഖം കണ്ടാൽ മനസ്സിലാവും. നമ്മളെ ഏത് തെറ്റുകൾ ചെയ്താലും അത് നമ്മുടെ കൂടെ ഉണ്ട്. അത് കൃത്യമായിട്ട് പ്രകടമാകും ആഖിറത്തിന്. ഇവിടുന്ന് അള്ളാഹു തആല പ്രകടമാക്കാത്തത്, ഇവിടുന്ന് പ്രകടമായാൽ കല്യാണത്തിൽ ഇരുന്നിട്ട് ചോറിയിക്കാൻ പറ്റൂല. പറ്റുമോ? പെങ്ങൾ ഇന്നെ നിങ്ങളെ വീട്ടിൽ വിളിച്ച് വലിയ ബഹുമാനത്തിലല്ല പെങ്ങൾ വിളിക്കല്. ഞാൻ അവിടെ വന്നിരുന്നപ്പോ നിങ്ങൾക്ക് ഇരിക്കണോടത്ത് ഇന്റെ തെറ്റുകളൊക്കെ മുഖത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റിയാല് എന്തായിരിക്കും അവസ്ഥ? പഠിച്ച തമ്പുരാന്റെ റഹ്മത്തല്ലേ. പക്ഷെ അത് എങ്ങനെ മറച്ചാലും അവിടുന്നാണ്ട് വെളിവാകും. ആ രണ്ട് മുഖം രണ്ട് സൈസായിട്ടാണ് മാറി. അപ്പൊ ആർക്കും കണ്ടാൽ തന്നെ ഇന്നോൻ ഇന്ന പാർട്ടിയെന്ന് മനസ്സിലാവും. ഇവിടുന്ന് മനസ്സിലാവൂല. ഇവിടുന്ന് ഇപ്പൊ ഒരു സഭയിൽ എല്ലാരും കൂടി ഇരിക്കുകയാണെങ്കിൽ ആരാണ് സ്വർഗത്തിൽ ആരാണ് നരകത്തിൽ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം തെറ്റുകൾ ചെയ്ത ആളുകൾക്കും അള്ളാഹ്ക്കും മാത്രമേ അറിയുള്ളൂ. എന്നാ പിന്നെ അറിയുന്ന വലിയ ചില മഹാന്മാരൊക്കെ ഉണ്ട്, അവർക്ക് മുഖം നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഒരാള് വരികയാണ്. വന്ന് മുമ്പിലിരുന്നപ്പോ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, മുഖത്ത് വ്യഭിചാരത്തിന്റെ അടയാളം ഉണ്ട്, നീച്ചു പോന്ന. കേട്ടാള് ചോദിച്ചു, വഹി നിന്നിട്ടില്ലേന്ന് ചോദിച്ചു. വഹി വരുമ്പോഴല്ല അപ്പൊ അങ്ങനെയൊക്കെ പറയാൻ കഴിയാ. വഹിയൊക്കെ നിന്നിക്കണ്, പക്ഷെ മുഅ്മിനീങ്ങളുടെ കണ്ണിന് പ്രകാശമുണ്ട്. ഫൈന്നഹു യൻദുറു ബിനൂരില്ല, ആ പ്രകാശം വെച്ചിട്ടാവോ നോക്കാം. അതിനൊക്കെ അത്ര ഗ്രേഡ് ആണ് കേട്ടോ. അയാളാണ് കാരണം ഞാൻ വരുന്ന സമയത്ത് ഒരു പെണ്ണിനെ നോക്കിയിട്ട് ആനന്ദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതാണ് ഉസ്മാൻ റളിയല്ലാഹു വായിച്ചത്. അതുകൊണ്ടാലോ നമ്മളിപ്പോ ഇങ്ങനെ ഒളൂ ചെയ്യുകയാണെങ്കിൽ, ഒളൂ എപ്പോഴും ഇടക്കിടക്ക് എടുത്തോണ്ടി നല്ലതാണ്. ഒളൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്ത ചിന്ന ചിന്ന തെറ്റുകളൊക്കെ, ബടാ തെറ്റല്ല, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഒളൂ എടുക്കുമ്പോ വെള്ളത്തിൽ കൂടിയാണ് പോകുന്നത്. അതുകൊണ്ടല്ല ഈ മുസ്തഅമലായ വെള്ളം കൊണ്ട് പിന്നെ ഒളൂ എടുക്കാൻ പറ്റൂല എന്ന് പറയാൻ കാരണം എന്താ? അത് നജസ് കഴുകിയ വെള്ള. ഏത് നജസ്? ദോഷങ്ങളാവുന്ന നജസ് കഴുകിയ വെള്ളമാണ്. ചില ആളുകളൊക്കെയുണ്ട് മുസ്തഅമലായ വെള്ളത്തിന് എന്താ കുഴപ്പമുള്ള, കാഴ്ചയിലൊന്നുമില്ലല്ലോ. കാഴ്ചയിൽ നമ്മളെ കാഴ്ചയിലില്ല, പക്ഷെ മഹാന്മാരെ കാഴ്ചയിലുണ്ടാവും. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മുസ്തഅമലായ വെള്ളം കണ്ടാല് ഇങ്ങനെ വിറച്ചു നിന്നിരുന്നു. കാരണം എന്താ? ഒരു മനുഷ്യൻ ഒളൂ ചെയ്യുന്ന സമയത്ത് അവന്റെ കൈകാലുകളിലൂടെ ആ ഒളൂവിന്റെ സമയത്ത് ഒലിച്ചിറങ്ങുന്ന നജസ്സുകൾ മുഴുവനും വൃത്തികെട്ട സ്വഭാവത്തിൽ ആ കണ്ടിരുന്ന ആളാണ് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. ഞാൻ ഈ അത്തിപ്പറ്റ് ഉസ്താദിന്റെ കൂടെ ഇടക്ക് ഇങ്ങനെ പലയിടത്തും യാത്ര ചെയ്തു ജീവിതകാലത്ത്. കാസർഗോഡ്, കണ്ണൂര്, ആലുവ, പല ഭാഗത്തും ഉസ്താദിന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഗൾഫിലും പല സ്ഥലങ്ങളിലും ഉസ്താദിന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഉസ്താദ് ചില പള്ളിയിൽ കയറും. പള്ളി കയറിയിട്ട് ആരാ പൊതുർത്തു പോയത്, ആരാ ഔദുർത്തു പോയത് നോക്കും. എന്നിട്ട് ഉസ്താദ് ഔദൊന്നും ഒതുർക്കൂല, വേറെ സ്ഥലത്ത് പൈപ്പ് നോയിട്ട് ഒതുർക്കല്.
സംഗതിയിൽ അവളൊന്നും കൊടുക്കാം. കാരണം 2 കൊല്ലത്തെ വെള്ളം ഉണ്ടെങ്കിൽ നജസ് കഴുകിയതാണെങ്കിലും മുസ്താമല വെള്ളമാണെങ്കിലും ഈ നജസ് കഴുതിയാണെങ്കിലും എത്തി 2 കൊല്ലത്തെ വെള്ളം ഉണ്ടെങ്കിൽ കൂടുതൽ പകർച്ച അല്ലെങ്കിൽ അതുകൊണ്ട് ഒതു കൊടുക്കാന്നാണ് ഫിഖഹിന്റെ മസല. പക്ഷെ ചില സമയത്ത് ഉസ്താദ് അവളൊന്നും ഒതു കൊടുക്കൂല, പൈപ്പിന്റെ അവിടെ പോയിട്ട് ഒതു കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് ചോദിക്കും ആരവിടുന്ന് ഒതുകൊടുത്തു പോയത്. അപ്പൊ ഞാൻ മനസ്സിലാക്കണം അല്ലാഹു ആലം ആ ഒതുകൊടുത്തു പോയ ആളെ കൈകാലുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ദോഷങ്ങളുടെ ഏതെങ്കിലും നിലയിലുള്ള ദുർഗന്ധമോ കളറോ ആ വെള്ളത്തിൽ ഉസ്താദ് കണ്ടിരിക്കാമെന്ന് ഞാൻ അനുമാനിക്കുകയാണ്. അല്ലാഹു ആലം. അതല്ലോ ഇപ്പൊ ആ ചോദ്യത്തിന്റെ രഹസ്യം. ഇങ്ങനെ കണ്ടിരുന്ന ആളാണ് അബൂ ഹനീഫ റളിയല്ലാഹു. അവ ഏത് തെറ്റ് ചെയ്താലും അപ്പൊ ഒതു കൂടുതൽ എടുത്താൽ കുറെ തെറ്റുകളുടെ കുഴപ്പങ്ങളൊക്കെ മുഖത്തൊന്നും കൈകാലിനൊക്കെ പോയി കിട്ടും. നാം മാസ്റ്ററിയിൽ അതിന്റെ ഒരു ഇരുട്ട് വരൂല ഇടക്കിടക്ക്. അതുകൊണ്ടല്ലോ നമ്മളെ കേരളത്തിൽ തന്നെ ഒതു പതിവാക്കിയിരുന്ന ആളുകളുണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടങ്ങിയ ഒരു സത്സംഗമ്പിലാണ് അള്ളാന്റെ റസൂലിനോട് സ്വഹാബാക്കൾ ചോദിച്ചത്, മുത്തുനബിയെ നിങ്ങളെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഉമ്മത്ത് നിങ്ങളെ കാണാത്തവര് നിങ്ങളെ ശേഷം വരുന്നവരുണ്ടല്ലോ, അവരെപ്പം നിങ്ങൾ എങ്ങനെ പെട്ടെന്ന് കണ്ടാ മാഷറിയും തിരിച്ചറിയാന്ന് വെച്ച്. ചോദ്യമല്ലോ. സ്വഹാബാക്കളെ കണ്ടാ പോറ്റടിക്ക് തിരിച്ചറിയും. നേരെ മറിച്ച് അവർക്ക് ശേഷം ഹബീബിനെ അങ്ങേറ്റം പ്രണയിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ മരിച്ചപ്പോ മാഷറിന്ന് പെട്ടെന്ന് എല്ലാരും കൂടി ഇപ്പൊ പേരും ഇവരും നാടും അഡ്രസ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചറിയുമ്പോഴേക്ക് ഒരുപാട് സമയം ലേറ്റ് ആവും. സ്വാഭാവിക അവസ്ഥയിൽ അവിടെ ഒന്നും പ്രശ്നമില്ല. അപ്പൊ ആ അവസ്ഥയിൽ എന്നുള്ളൊരു ചോദ്യമാണ് എങ്ങനെ പെട്ടെന്ന് നിങ്ങൾ തിരിച്ചറിയാന്ന് വെച്ച്. എന്താ മറുപടി എന്നറിയോ? ചെയ്ത ആളുകളെ അവരുടെ കൈകാലുകളിലും മുഖത്തും നോക്കിയാൽ പ്രകാശം കൊണ്ട് എനിക്ക് തിരിച്ചറിയാൻ കഴിയും. നബിയുനാ റസൂലുള്ളാഹി. സംഗതി അബൂഹുറൈറ ഈ ഹദീസ് കേട്ടതിന് ശേഷം ഹയാത്തിൽ മൗത്ത് വരെ ഒതു ഇല്ലാത്തൊരു സമയം ഉണ്ടായിട്ടില്ല. ഈ ഹദീസ് മുത്തുനബിയിൽ നിന്ന് കേട്ടതിന് ശേഷം ജീവിതാന്ത്യം വരെ അവർക്ക് ഒതു ഇല്ലാത്തൊരു സമയം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ചോദിക്കല്ലേ ഓല് പെണ്ണിട്ടിട്ടില്ല എന്നാ? പെണ്ണിട്ടിരിക്കുന്നു 4 ഒതു ഉണ്ടോ? കാരണം ഈ കിടക്കാൻ സമയത്ത് എടുക്കുന്ന ഒരു ഒതു ഉണ്ട്. ആ ഒലുവിന്റെ പരിശുദ്ധി ഭാര്യനെ തൊട്ടാലും ഭാര്യയുമായി ബന്ധപ്പെട്ടാലും മുറിയില്ല. അതുകൊണ്ട് ഒതു കൊടുക്കാൻ പറ്റൂല, അതുകൊണ്ട് മുസാഫ് ഇടാൻ പറ്റൂല. മനസ്സിലായില്ലേ? ചില ആളുകൾക്ക് വരുന്ന സംശയമാണ്, ഉറങ്ങാൻ സമയത്ത് ഒതു കൊടുത്താല് റൂഹ് പിരിയുന്ന സമയത്ത് ജിബിരിയിൽ വന്നിട്ട് പട്ടിൽ റൂഹിനെ പോഞ്ഞുണ്ടോ? ഒതുകൊടുത്തിട്ട് ഉറങ്ങുകയാണെങ്കിൽ അഥവാ ഉറക്കത്തിൽ മരിച്ചാല് കാര്യമായ തടസ്സമൊന്നുമില്ലെങ്കിൽ അവന്റെ റൂഹിനെ സ്വർഗത്തിലെ പട്ടിൽ പോഞ്ഞിട്ടാണ് ജിബിരിയിൽ കൊണ്ടുപോവുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തിന്? ഒന്ന് കിടന്നുറങ്ങുമ്പോ ഒതുകൊടുക്കാനേ ഭയങ്കര ആമീനൊക്കെ കണ്ട് വിടുന്നുണ്ട്. എന്താ സംഗതി? സംഗതി അൽഹംദുലില്ലാ നിങ്ങളൊക്കെ അതിന്റെ ആൾക്കാരാട്ടോ. സംഭവമാണ് ഞാനേ പൈലൊക്കെ ബാക്കിലുണ്ടാവുള്ളൂ. നിങ്ങളൊക്കെ നമ്മളെ ഒതു കൊടുക്കണവരും വലിയ ചിട്ടുള്ളവരോ. എനിക്കും ആ ചിട്ടണ്ട ഞങ്ങൾ ദ്വാരക്കണമെന്ന് മാത്രം. അപ്പോ കിടക്കുന്ന സമയത്ത് ഒതു ചെയ്താൽ ആ ഒതു പെണ്ണുങ്ങളെ തൊട്ടാലും പെണ്ണുങ്ങളുമായി സംസർഗം നടത്തിയാലും, ഞാൻ സാഹിത്യം പറഞ്ഞത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാട്ടോ, നടത്തിയാലും ആ ഒതുവിന്റെ മഹത്വം മുറിയില്ല. പക്ഷെ അതുകൊണ്ട് മുസാഫ് ഇടാൻ പറ്റൂല. എന്നാലും അതുകൊണ്ട് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. ആ ഒതു അങ്ങനെ ഉണ്ട്. അപ്പൊ എളുപ്പമാണ്. സദാസമയം പ്രത്യേകിച്ച് യാത്രക്ക് പോകുമ്പോ അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ യാത്ര പോകുമ്പോ എപ്പോഴും അതുകൊണ്ടാണ് ആള്. കാരണം എന്ത്, അപ്പുറത്ത് വരുന്ന ഡ്രൈവർ ഏത് കൊലത്തിലാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പറ്റുമോ? നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അപ്പുറത്തുനിന്ന് വരുന്ന ആള് അപ്പൊ സത്യത്തിൽ ഇന്നത്തെ കാലത്ത് റോട്ടിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാല് യുദ്ധത്തിന് ഇറങ്ങുന്ന കാര്യമാണ്. എപ്പോഴും എന്തും സംഭവിക്കാം. അപ്പൊ ഒരു ഒതു എപ്പോഴും ഉണ്ടാകണേ നല്ലതാ യാത്ര ചെയ്യുമ്പോ. അന്ന് ഇനി മുതൽ ഞാൻ യാത്ര പോലാൻ തീരുമാനിക്കേണ്ട. കാരണം നിങ്ങൾ അങ്ങാടിക്ക് ഇറങ്ങൂലേ. നാളെ ആ വണ്ടി അതിൻ്റെ ഉള്ളിൽ പോയത് യാത്രക്കാരെടുത്തേക്കാ പോയത്. ഓലവിടെ ഇരിക്കല്ലായിരുന്നു. അള്ളാന്റെ മഹളായ പതിലുകൊണ്ടല്ലോ മരണം മരിച്ചില്ലല്ലോ. എന്താപ്പാ നടന്നോക്കെ. അതുപോലെ നമ്മള് റോഡ് സൈഡിൽ കൂടി നിൽക്കുമ്പോ നമ്മളെ മേത്തേക്കൊണ്ട് കയറിയാ പോരെ. ഇന്നലെ ഞാൻ വാലിന് പോയ സ്ഥലത്ത് കേട്ടോ റിപ്പോർട്ട് കേട്ടിട്ട് ഇരുന്നോടത്തുനിന്ന് കരഞ്ഞാളാ. ഇന്നലെ 16 കൊല്ലായിട്ട് കുട്ടികളില്ല. ഉള്ള സദസ്സിലൊക്കെ ദ്വാരിപ്പിച്ച് എല്ലാ സ്ഥലത്തും നേർച്ചപ്പെട്ടിൽ പൈസ കിട്ട് 16ാമത്തെ കൊല്ലത്തില് ഗൾഫിൽ ജീവിക്കുന്ന ഫാമിലിയാണ്. അവർക്ക് കുട്ടി ഉണ്ടായി. അതിന് 6 വയസ്സായി. അതിന്റെ 6ാമത്തെ വയസ്സിൽ വേറെ കുട്ടി ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോ അതിനൊരു 3 വയസ്സായി. അപ്പൊ മൊത്തം കുട്ടി ഉണ്ടായിട്ട് ഇപ്പൊ എത്ര വയസ്സായി? അതാ 9. അപ്പൊ 6 വയസ്സുള്ള ഒരു കുട്ടി, 3 വയസ്സായ ഒരു കുട്ടി.
എന്തൊരു ആവേശവും ആനന്ദവും സന്തോഷമായിരിക്കും. ഖുർറത്തുഅയ്നായിരിക്കും. ദ്വാരന്ന് ദാഹിച്ച് 16 കൊല്ലത്തിന് ശേഷം കിട്ടിയ 2 മക്കളല്ലേ. അവരെ കാറിന്റെ ബാക്ക് സീറ്റിൽ ഇരുത്തി. കാരണം അവർക്ക് അവിടെ പാവകളും കളിപ്പോക്കുകളൊക്കെ ഉണ്ട്. അവരെ ആയിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോ ഭാര്യയും ഭർത്താവും മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ പോവാ. കുറെ എത്തിയപ്പോ ഇയാള് പറഞ്ഞു, കാരണം അറേബ്യൻ നാട്ടിലെ മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്, അത് നമ്മൾക്കൊക്കെ ഉണ്ടാകുന്നതാണ്. കുറെ കഴിഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു, എനിക്ക് എല്ലാം ഉറക്കം വരുന്നുണ്ട്, കുട്ടികൾ കളിച്ചോളും, ഞാൻ ഉറങ്ങാൻ പറഞ്ഞിട്ട് ഇയാൾ ഉറങ്ങി. പെണ്ണുങ്ങൾ അപ്പുറത്തെ സീറ്റിലും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് സീറ്റ് കുറച്ച് ബാക്ക് ആയിട്ട് ഓളും ഇറങ്ങി. ഒരു നല്ല കളിയില്ല. അപ്പോഴാണ് ബാക്കിൽ ഒരു അറബിന്റെ വണ്ടി വന്നിട്ട് ഈ കാറിന്റെ ബാക്ക് കണ്ട് കയറിയത്. 2 കുട്ടികളും സ്പോട്ടിൽ ചതഞ്ഞങ്ങോട്ട് മരിച്ചു. ഇവർക്ക് ഉണ്ടാക്കും കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. ഇനി അയാൾ അവസ്ഥ ഈമാലിങ് എന്തായിരിക്കും? അത് കേട്ടപ്പോഴേക്ക് എന്റെ കൽബ് പതറി. കാരണം ഞാൻ ആ കുട്ടികളുടെ അടുത്തേക്ക് എത്തിയത്. പറഞ്ഞ ആള് ഒരു ഉസ്താദാ. പിന്നെയും തുടർന്നു. ഞാൻ അങ്ങനെ ഇടയ്ക്ക് അയാളോട് പറയാൻ നിന്ന്, ഇനി പറഞ്ഞാ എന്റെ വേള് ശരിയാവൂലെന്ന്. അങ്ങനെയല്ലോ. ഞാൻ അങ്ങനെ ഇടയ്ക്കൊന്നും അയാളോട് പറയാൻ ഇനി പറയില്ലേ ബാക്കി, കാരണം വേള് പറയണ്ടേ. അതുകൊണ്ട് ഇനി പറഞ്ഞ എന്റെ ഒരു അവസ്ഥ അനുസരിച്ചുകൊണ്ട് വേള് കുമ്മിട്ടൂല എന്ന് പറയാൻ നിന്ന്. അയാളിങ്ങനെ തള്ളി കയറിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞപ്പോ ഞാൻ തടുത്തില്ല, ഞാൻ കേട്ടോടുത്തു. അയാള് പറഞ്ഞേ, ഉസ്താദേ, ആ 2 കുട്ടികളെ മയ്യത്ത് ഇങ്ങനെ എടുക്കുമ്പോ ആ ബാപ്പ 2 മയ്യത്തും പിടിച്ചിട്ട് കവളത്ത് മുത്തണിങ്ങണ്ട് കണ്ടപ്പോ കണ്ടോര് മുഴുവൻ കരുതി. അയാൾ ചോദിച്ചു, അയാളെപ്പത്തെ അവസ്ഥ എന്താന്ന് വെച്ച്. അയാളോട് ഇന്നാള് നിങ്ങളെപ്പോലത്തെ ഏതൊരു പ്രഭാഷകൻ വന്നിട്ട് അജയരെ സാരില്ലട്ടോ എന്ന് പറഞ്ഞപ്പോ, അല്ല അതിനിപ്പോ എന്താ, അള്ള തന്ന് അള്ള കൊണ്ടുപോയി, എനിക്ക് 16 കൊല്ലം മുട്ട ഉണ്ടായിരുന്നില്ല, പിന്നെ തന്നത് അള്ളല്ലേ, അള്ളന്നെ മുതലല്ലേ, അള്ള കൊണ്ടുപോയും ചെയ്ത്. അപ്പൊ ഇന്നാള് നിങ്ങൾ ഭയങ്കര കരച്ചിലറിഞ്ഞല്ലോ. കരച്ചിലിന്റെ അവകാശം. എന്നിട്ട് ഇയാളാണ് കരഞ്ഞു. അപ്പൊ എന്റെ കണ്ണെന്ന് വെള്ളം لا يزال البلاء بالمؤمن والمؤمنة في ماله وولده في ماله ونفسه وولده حتى يلقى الله ولا عليه خطيئة محمد مصطفى. എനിക്കപ്പോ ഓർമ്മ വന്ന ഹദീസാണ്. ഒരു യഥാർത്ഥ വിശ്വാസി അവരുടെ ശരീരത്തിലും അവരുടെ സമ്പത്തിലും അവരുടെ സന്താനങ്ങളിലും പടച്ചവന്റെ കടുത്ത പരീക്ഷണം ഇഷ്ടപ്പെട്ടിട്ട് തന്നെ അള്ളാഹു കൊടുക്കും. അള്ളാഹിനെ കണ്ടുമുട്ടുന്നവരെ വിശ്വാസിക്കായിട്ടുണ്ടാവും. എന്തിന്? കണ്ടുമുട്ടിയാൽ പിന്നെ അവന്റെ മുഖത്തും കൈകാലുകളിലും തിന്മയുടെ അടയാളം ഉണ്ടാവില്ല. അതിനാണ് ഈ പരീക്ഷണമാണ് തരുന്നത്. അല്ലെങ്കിൽ എന്തുണ്ടാവും? യൂറഫുൽ മുജ്രിമൂന ബിസിമാഹു, അടയാളം പഠിച്ചിട്ട് പിടിക്കും. അടയാളം വെച്ചിട്ട് ഇങ്ങോട്ട് പിടിച്ചാൽ പിന്നെ പരിപാടി എന്താ? നിങ്ങള് ചീത്ത അടയാളങ്ങൾ മുഖത്ത് കണ്ടിട്ട് മലക്കളാവുന്ന സബാനിയാക്കളെ കൈ കിട്ടിട്ട് പിടിച്ചാൽ പിടിക്കപ്പെടും. ഇതാണ് സാധനം, മുടി. ഈ മൂർദാവ് ഉണ്ടല്ലോ, മൂർദാവാണ് സാധനം. ഈ മൂർദാവ് ഇതിങ്ങോട്ട് പിടിക്കും മലക്കുകൾ. കാൽപാദം ഏതാണപ്പാ പിടുത്തം? നമ്മൾ ആടിനും പയ്യനും അറുക്കാൻ ഇടണോ? മൃഗങ്ങൾ അറുക്കാടുമ്പോ 2 സ്ഥലത്താ പിടിക്ക, തലയിലും അല്ലെ കാൽമലും. ഞാൻ തന്നെയാണ് അവിടെ നരകത്ത് കയറിയുമ്പോ പിടിക്കുക. ഇങ്ങനെ കണ്ട് ഒരു പക്ഷെ ഇങ്ങനെ ആയിരിക്കും. 2-3 രീതിയിലാണ് ഞാനത് മനസ്സിലാക്കുന്നത്. രൂപ അവിടെ പോയാലേ അറിയുള്ളൂ, കിതാബിൽ അർത്ഥം വെക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഞാൻ മനസ്സിലാക്കണം എങ്ങനെയാണ്. ഇങ്ങനെ കണ്ട് പിടിക്കും, എന്നിട്ട് ബാക്ക് കണ്ടുപിടിക്കും, ബാക്കിൽ നിന്ന് കാലിങ്ങട്ട് വളക്കും. എന്നിട്ട് അപ്പൊ ഏകദേശം മടങ്ങി കിട്ടും. എന്നിട്ട് മലക്കുകൾ ഇങ്ങനെ ഒരു ഇടിയുണ്ട്. ഞാൻ അടുപ്പൊക്കെ കൊതുമ്പ് വളച്ച് മുറിച്ച് അതിന്റെ ആ നീളത്തിന് പാകായിട്ട് വല്യമാരിടണ കണ്ടിട്ടുണ്ട്. പഴയ കാലത്ത് ഇപ്പൊ ഗ്യാസിന്റെ അടുപ്പായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവൂല. മുമ്പത്തെ അടുപ്പ് കണ്ട് പരിചയമില്ലേ? അവിടേക്കാണ് അടുപ്പിൽ കൊള്ളാത്ത വിറകിനെ ഒന്നും കണ്ട് മടക്കിയിട്ട് 2 മടക്കാക്കിയിട്ട് ഒരടി അടിച്ചിട്ട് അയക്കാണ് ചെയ്യുന്നത് തന്നെ. ഈ ആയത്ത് ഇങ്ങനെ അർത്ഥം വെച്ചിട്ട് 2 കണ്ണെന്നും വെള്ളം ഇങ്ങനെ ഒൽപ്പിച്ചു. ഐനുർ റഹ്മത്തായ മുഹമ്മദ് മുസ്തഫ. അവിടേക്കൊന്നും എത്തൂല മുഅ്മിനീങ്ങള്. കുറച്ചൊക്കെ തെറ്റുകൾ ചെയ്താലും നമ്മൾ മലക്കുകളൊന്നല്ല. ആണോ? നമ്മൾ അമ്പിയാക്കളാണോ? ബേജാറാണ്ട. കുറച്ചൊക്കെ ഒപ്പിച്ചാലും മനസ്സറിഞ്ഞ അള്ളഹാനോട് കണ്ണീരോടെ ഇവിടുന്ന് കുറച്ച് വെള്ളം കണ്ട് ഒലിച്ചാലും മുഖത്തൊന്നും കൈകാലുകളൊക്കെ അടയാളം പോകും.
പിന്നെ തെറ്റിന്റെ അടയാളം ഉണ്ടാവില്ല. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും ഈ മഴ പെയ്യുന്ന സമയത്ത് നിങ്ങള് ദീന് കേൾക്കാനായിട്ട് വരുന്നുണ്ടല്ലോ, ഓരോ കാലടിക്കും എത്രയോ കൊല്ലത്തെ ഈ ബാത്തിന്റെ കൂലിട്ടു, ഒരു സംശയം വേണ്ട. ഇത് നാളെ ആഖിറത്തേക്ക് ബാക്കിയുണ്ടാവും. എനിക്കോ ഇത് ബാക്കിയുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറെ വേദനയൊക്കെ പോയാൽ എനിക്ക് മനസ്സിന്റെ ഉള്ളിൽ എന്ത് വരും? ഇന്നലെയും വന്നുകണ വേറെ സ്ഥലത്ത് വേദന പോലെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്ത് വരും? നിങ്ങളൊന്ന് പറയും, നിങ്ങൾക്ക് ഇതിനെ കുറിച്ചാകുമ്പോ പറയാതിരിക്കണ്ടല്ലോ. ഇന്നലെ ഞാൻ വണ്ടിന്റെ ഉള്ളിൽ തന്നെ എണ്ണിക്കണേ. ഇന്നലെയും തന്ന് കവറ് ഞാൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് എന്താക്കി? വണ്ടിന്റെ ഉള്ളിൽ നിന്ന് എണ്ണി. പക്ഷെ ഇവിടെ ഇപ്പൊ എനിക്ക് നിങ്ങൾ കവറ് തരുക. അതുകൊണ്ട് എനിക്ക് ഇത് നാളെ ആഖിറത്തിൽ ഉണ്ടാവും തോന്നുന്നുണ്ട്. അതാണ് ഞാൻ ഈ ഓടി കളിച്ച് എത്തുന്നത്. പുറത്തേറ്റ പരിപാടി മുടക്കിയാലും ഇത് ഞാൻ മുടക്കലില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ആഖിറത്തിൽ പറഞ്ഞ് രസിച്ച് സുഖിച്ച് സംഗമിക്കാനുള്ള വല്ലാത്ത ഭാഗ്യമുള്ള ലക്ഷണങ്ങളായി അള്ളാഹു സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പിന്നെ ഞാൻ എണ്ണിക്കണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നും കരുതണ്ട. ഞാൻ എണ്ണിയത് വരുന്ന വഴി തന്നെ വേറെ സ്ഥലത്ത് കൊടുക്കാൻ വേണ്ടി എണ്ണിയത്, വേറൊന്നുമല്ല. എനിക്കൊരു പാവപ്പെട്ട മാലിമിന്റെ വീട്ടുകാരൻ ഉണ്ടായിരുന്നു. അപ്പൊ പോകുമ്പോ കയ്യില് പൈസ ഇല്ല. അപ്പൊ വരുമ്പോ എന്റെ ഉദ്ദേശം അനുസരിച്ചോണ്ട് മുമ്പർക്ക് കൊടുക്കാൻ മാത്രം ഉണ്ടോന്ന് എണ്ണിയതാ, വേറെ ഒന്നുമില്ല. അപ്പൊ നിങ്ങളിപ്പോ എന്നിപ്പോ ഇങ്ങനെ എണ്ണീറ്റ് അവിടെ അറ്റിറ്റായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടാവുന്നൊന്നും ആരും ധരിക്കണ്ട. അത് റൂമിലെത്തുമ്പോത്തിന് പകുതി മുക്കാലും എന്തായിട്ടുണ്ടാവും മിക്കവാറും ദിവസങ്ങളിൽ. അപ്പൊ അങ്ങനൊന്നും കരുതണ്ട. മൂപ്പര് വേളറിയാണ്ട് ഒരു വലിയ അങ്ങനെ ഞാൻ അതിനെ എണ്ണണല്ല, പൈസന്റെ ആർത്തിയിൽ എണ്ണണല്ല, അങ്ങനെ എണ്ണലില്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല. നമുക്കൊരു മനസ്സിൽ ഇന്ന സ്ഥലത്ത് ഇത്ര കൊടുക്കണം എന്നൊക്കെ ഉണ്ടാവും. അത് തേഞ്ഞിക്കണമെന്ന് എണ്ണി നോക്കിയതാ, വേറെ അത് ഉണ്ടായിരുന്നു കേട്ടോ, ഒക്കെ തേഞ്ഞിന്ന്. ഏതായാലാവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആ യൂറഫുൽ മുജീബൂന ബി സീമാവും ഫയുഖദു ബിൻ നവാസി വൽ അഖ്ദാം അതിൽ പെടുത്താതിരിക്കട്ടെ. കൈകാലുകളിലും മറ്റൊക്കെ ദോഷങ്ങളുടെ പാടുകളും കറുത്ത അടയാളങ്ങളും വികൃത അവസ്ഥകളൊക്കെ കണ്ടിട്ട് സബാനിയാക്കളായ മലക്കളുടെ കൈ കിട്ടിയിട്ട് ഊരി ഞെട്ടുമുട്ടൊക്കെ പൊട്ടി തല ബാക്കൊക്കെ പൊട്ടിച്ച് കാലും കൊണ്ട് മടക്കി ചവച്ച് അടിച്ച് പൊളിച്ച് എല്ല് പൊട്ടിച്ചിട്ട് ഒരു ഏറുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ ഇന്നത് മതി തന്നെ ദുആ. നിങ്ങൾക്ക് കിട്ടുന്ന ഒപ്പം ചൊല്ലിക്കോളെ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അദീമി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. اللهم اغفر لنا اللهم اغفر لنا اللهم اغفر لنا وبدل سيئاتنا حسنات. اللهم اجعلنا من وجوه الذين ابيضت وجوههم ففي رحمة الله واجعلنا من فريق الجنة ولا تجعلنا من فريق النار. اللهم ارزقنا ومن يريد منا ومن سافروا منا حجا مبرورا وعمرة مقبولة وزيارة مرضية. اللهم بارك لنا في أقوالنا وفي أحوالنا وفي أفعالنا وفي أخلاقنا وفي أموالنا وفي أوقاتنا وفي تجاراتنا وفي زروعنا وفي عيشنا وفي معاشنا وفي خطبتنا وفي خدمتنا وفي دعوتنا وفي حياتنا وعند مماتنا يا رحمن يا رحيم يا عليم يا حليم. واغفر لنا يا غفار يا تواب. واغفر للحجاج وللعمار ولمن استغفروا لهم ولمن ماتوا منا ومنهم ولمن دفنوا حول هذا المسجد ولجميع المؤمنين والمؤمنات
آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خلقه سيدنا محمد وآله وصحبه أجمعين.